ഹലോ, ഇന്നത്തെ സ്പെഷ്യൽ മത്തി അച്ചാർ. കഴുകി വെച്ച മത്തി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ആദ്യം മുറിച്ചെടുക്കാം. അതിതാ ഈയായ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. മുറിച്ചു വെച്ച മത്തിയിലേക്ക് ഇനി ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കാം. ഇനി മത്തി വറുത്തെടുക്കാനുള്ള എണ്ണ വെക്കാം. കടുകെണ്ണയിലാണ് ഇവിടെ മത്തി വറുത്തെടുക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് മത്തി ഇടുക. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഇളക്കിയാൽ മത്തി അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഇളക്കാൻ. ഇതാ കണ്ടില്ലേ, ഏകദേശം മൂത്ത് വന്നു. പക്ഷെ കുറച്ചുകൂടെ മൂക്കാനുണ്ട്. അപ്പം മൂത്ത് കഴിയുമ്പോൾ ഇത് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു ചീനച്ചട്ടിയിലേക്ക് കടുകെണ്ണ ഇട്ട് അതിലേക്ക് ലേശം കറിവേപ്പില ഇട്ട് ആവശ്യത്തിന് വറ്റൽ മുളകും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി ഇടുക. ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് കായം ചേർക്കുക. ഇനി 3 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുക. നന്നായി ഇളക്കുക. ഇത് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. കരിഞ്ഞു പോയാൽ അച്ചാറിനൊരു ടേസ്റ്റ് കാണില്ല. ഇനി ഇതിലേക്ക് ലേശം ഉലുവാപ്പൊടി കൂടി ചേർക്കുക. കുറച്ചുകൂടി ഉലുവാപ്പൊടി ചേർക്കാം. ഉലുവാപ്പൊടി ചേർക്കുന്നത് അച്ചാർ ചീത്തയാവാതിരിക്കാനാണ്. ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ ലേശം വിനാഗിരി കൂടി ഒഴിക്കാം. വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വറുത്ത് കോരി വെച്ച മത്തി കൂടി ഇതിലേക്ക് ഇടുക. വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. മത്തി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് തിളയ്ക്കാനായി വെക്കാം. ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ വെച്ച് ഒന്ന് തിളയ്ക്കുമ്പോൾ നിർത്താം. മത്തി അച്ചാർ റെഡി.